ഞാനിവിടെ വീടിന്റെ മുന്നിൽ നിൽക്ക. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ. നീ രാത്രിയിൽ പുറത്തു നിൽക്കുകയാണെന്നോ? വെറുതെ നീ എന്നെ പറ്റിക്കല്ലേ? പറ്റിക്കൊന്നുമല്ല, ഞാൻ പുറത്തുണ്ട്. ചന്ദ്രു, ഞാൻ ദേ വരുന്നു. എന്താ ചന്ദ്രു കാണിച്ചത്? പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് എന്നെ കാണാൻ വന്നിരിക്കുന്നു. എന്താ വിവേകമായി കാണിച്ചത്? മാധവേട്ട, ചില ഇഷ്ടങ്ങൾ എങ്ങനെയാ, കാണണമെന്ന് തോന്നിയ കണ്ടേ പറ്റൂ. ഉണ്ണിയപ്പം തിന്നണമെന്ന് കൊതി തോന്നിയ മാധവേട്ട വാങ്ങി കഴിക്കാറില്ലേ? കുറച്ചു മുമ്പേ ചന്ദ്രിയെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കഴിക്കണമെന്ന് ഞാൻ സുചിത്രയോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കറിയാം എന്റെ മാധവേട്ടൻ ഉണ്ണിയപ്പം കൊതിച്ചിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് മാധവേട്ടന് ഉണ്ണിയപ്പമായിട്ട് വന്നതാ ഞാൻ. ചന്ദ്രു, ഞാൻ ഈ കാണുന്നതൊക്കെ സ്വപ്നമാണോ അതോ സത്യമാണോ? ഉണ്ണിയപ്പം കഴിക്കാൻ മാത്രമല്ല ഞാൻ കൊതിച്ചത്, കൂട്ടത്തി നിന്നെ കൂടെ ഒന്ന് കാണാനാ. മനസ്സ് കൊതിച്ചത് കൺമുമ്പിൽ കൊണ്ടു തന്നിരിക്കുന്നു ഭഗവാൻ. ഇതെന്ത് അത്ഭുതമാ മാധവേട്ട. നമ്മള് രണ്ട് ശരീരമാണെന്നല്ലേ ഉള്ളൂ, ഒരു മനസ്സല്ലേ? അപ്പോ ആ മനസ്സ് കൊതിക്കുന്നത് ഈ മനസ്സിന് അറിയാൻ കഴിയണമല്ലോ. ചന്ദ്രു, ഇതാണ് മാധവേട്ട പ്രണയം. കാലത്തിനോ പ്രായത്തിനോ മായ്ക്കാൻ കഴിയാത്ത സത്യമായ പ്രണയം.